ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? സാധാരണ വർക്ക് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഉള്ള ഡേ ആണെങ്കിൽ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ റെഡിയാവും. ഞാൻ ദേ ഇപ്പോൾ കുടിക്കുന്ന വെള്ളം ഒരു ചെറിയ ടാബ്ലറ്റ് ഇട്ട് വെള്ളം കേട്ടോ. കുറച്ച് കാലമായിട്ട് ഞാൻ എൻ്റെ ഹെൽത്തിനെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ കെയറിനെ പറ്റിയോ ഒട്ടും കൺസേൺഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഉണ്ടായിരുന്ന നല്ലൊരു ജോലി ലൈറ്റായിട്ട് പണിമുടക്കിയോണ്ടും സ്റ്റഡീസ് കുറച്ച് ശ്രദ്ധിക്കേണ്ട സിറ്റുവേഷൻസ് ആയതുകൊണ്ടും ഇപ്പോൾ കുറച്ച് ടൈം കിട്ടാറുണ്ട് സ്കിൻ കെയറിനും ഹെൽത്ത് ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട്. ഈ കാണുന്നതാണ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിച്ച ഗിംബൽ. ഞാൻ ഈ ഗിംബൽ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ 3 വർഷമായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് കറക്റ്റ് ടൈം ആയെന്ന് എൻ്റെ മനസ്സ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇനി ഞാൻ പുറത്തെ കുറിച്ച് നല്ല അടിപൊളി വ്യൂസ് കാണിച്ചു. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഴമ നിറഞ്ഞ ഒരു പ്ലേസ് ആട്ടോ. മോഡേൺ രീതിയിൽ ഒന്നും ആയിരിക്കില്ല ബിൽഡിങ്സ് ഒന്നും, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഇതൊക്കെ കണ്ട് മടുത്തു പോയത് കൊണ്ട് അത്രയ്ക്ക് ഒരു ഇതിപ്പം തോന്നാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ റോം ഒരു കൊച്ചു പ്ലേസ് ആയതുകൊണ്ട് റോമിൻ്റെ സെൻറ്ററിൽ വന്നിട്ടായിരിക്കും പലയിടത്തേക്കും ആൾക്കാർ പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ കൊളോസിയം, പിയാസ വെനീസിയ, സ്പാനിഷ് സ്റ്റെപ്സ്, വത്തിക്കാൻ ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ട് ബോറടിച്ചതാവും. ബോറടിക്കാത്ത ആൾക്കാരുണ്ട്. കാരണം ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം ഈ റോമിലുള്ള കുറച്ച് പ്ലേസും കുറച്ച് ഏതൊക്കെ പ്ലേസ്. ഇപ്പം ടൂറിസ്റ്റൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ വരികയാണെങ്കിൽ തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന കുറച്ച് സ്ഥലങ്ങളിൽ മെയിനായിട്ടുള്ള കുറച്ച് സ്പോട്ട്സാണ് കേട്ടോ ഇതൊക്കെ. സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ലൈറ്റായിട്ടൊന്ന് കണ്ടന്റ് മാറിയോ എന്നൊരു ഡൗട്ട്. കറക്റ്റായിട്ട് ഫ്ലോയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഉദ്ദേശിക്കുന്ന കണ്ടന്റ് ഒന്ന്, പക്ഷെ എടുത്തു വരുമ്പോൾ വേറൊരു കണ്ടന്റും ആവും. ചെറിയൊരു പാർട്ട് ടൈം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്രീൻ കളർ കട കണ്ടോ? ഇതിവിടെ പലയിടത്തും ഉണ്ട്. ഇവിടുന്ന് നമുക്ക് റോമിൻ്റെ കീ ചെയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇതാട്ടോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം. ഇവിടെ നല്ല ആംബിയൻസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ടാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറ്. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിലേക്ക് എത്തും. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് എടുത്ത് കഴിക്കും. വിശപ്പിൻ്റെ വിളി നല്ലോണം ഉള്ളതുകൊണ്ട് ചിക്കനും ചോറും മീനച്ചാറും കൂട്ടി ഞാൻ ആഹാരം കഴിച്ചായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല വിശപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു വാട്ടർമെലണൂടെ കഴിച്ച് ഇന്നത്തെ ഡേ അങ്ങനെ അവസാനിപ്പിച്ചു.